നമുക്കൊരു ക്രെറ്റ എൻലൈൻ പരിചയപ്പെടാം. അതായത് ഏകദേശം ഒരു 4-5 മാസം വെയിറ്റിംഗ് പീരീഡുള്ള വാഹനം ഇപ്പൊ നിങ്ങൾക്ക് ലൈവായിട്ട് കിട്ടാൻ പോവാണ്. അതെ. ഓക്കെ, നമ്മൾ വന്നിരിക്കുന്നത് കൊച്ചി പോപ്പുലർ ഹ്യുണ്ടായുടെ ഷോറൂമിലാണ്. എൻലൈനിന്റെ പ്രത്യേകത എന്താ? ക്രെറ്റയിൽ നിന്ന് മാറിയിട്ട് എൻലൈനിന്റെ പ്രത്യേകത? ക്രെറ്റ എന്ന് നമുക്ക് പറഞ്ഞ പോലെ തന്നെ എൻലൈൻ നമുക്ക് പറയാലോ, ഒരു പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടാണ് നമ്മൾ പറയണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് നമുക്ക് എൻലൈൻ എന്ന് പറഞ്ഞാൽ ഈ വെഹിക്കിൾ നമുക്ക് പെട്രോളിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അത് 1.5 ലിറ്റർ ടർബോ എഞ്ചിനാണ് നമുക്ക്. ഓക്കെ, സോ നമുക്ക് നോർമൽ ഒരു പെട്രോൾ എഞ്ചിനെ വെച്ച് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ പവർ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ 160 bhp പവർ ഔട്ട്പുട്ട്. 160 പെർഫോമൻസ് ബേസ് തന്നെയാണ് ആ ഒരു ബാഡ്ജിങ് എൻലൈൻ എന്ന് പറയുന്നത് അല്ലേ? ഓക്കെ, അപ്പോ ഇവിടെ ഇപ്പോ സ്റ്റോക്ക് ഉണ്ടല്ലേ ഈ ഒരു വാഹനം? ഇപ്പോൾ എൻലൈൻ ആണെങ്കിലും അതേപോലെ തന്നെ ഇപ്പൊ നോർമൽ ക്രെറ്റ ആണെങ്കിലും നമുക്കിപ്പോൾ ഓണത്തോടനുബന്ധിച്ച് ഹ്യുണ്ടായി നമുക്ക് കുറച്ച് വെഹിക്കിൾസ് അലോട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. നമുക്ക് വലിയ ഡിലേ ഇല്ലാതെ തന്നെ നമുക്ക് ഇമീഡിയറ്റ് ആയിട്ട് വെഹിക്കിൾ നോക്കുന്ന കസ്റ്റമേഴ്സിനൊക്കെ നമുക്ക് വെഹിക്കിൾ കൊടുക്കാം. ഇതിനൊരു പ്രൈസ് റേഞ്ച് എങ്ങനെ ഓൺ റോഡ് വരുന്നത്? ഇതിപ്പോ നമുക്ക് 1.5 ലിറ്റർ ടർബോ മാനുവലിലും ഓട്ടോമാറ്റിക്കലുമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്.